കൊല്ലരുത്, ഈ പൊന്നുമോളെ കൊല്ലരുതെന്ന് പറഞ്ഞു. ഞാനും തീരുമാനിച്ചു കൊല്ലണ്ടെന്ന്. പക്ഷേ നാള് കഴിയുന്തോറും എന്റെ മോള് ചെറുതാവുകയല്ലോ, അവൾ വലുതാവുകയാണല്ലോ. അവൾ എന്റെ കയ്യും പിടിച്ച് നടക്കുന്ന പ്രായമായപ്പോൾ ബഹിഷ്കരണമായി. എന്നെ അവരുടെ ഊരുകൂട്ടങ്ങളിൽ നിന്ന് പുറത്താക്കി, അവരുടെ സദസ്സുകളിൽ എന്നെ കയറ്റാതാക്കി. പെൺകുട്ടികളെ തന്ത ഇവന് എവിടെയും പ്രവേശനം കൊടുക്കരുത്. എന്നോട് ആരും മിണ്ടാതായി. എൻ്റെ കൂടെയുള്ളവരൊക്കെ എന്നെ ഒറ്റപ്പെടുത്തി. അപ്പം എനിക്ക് തോന്നി ഇനി മോളെ വെച്ചേക്കാൻ പറ്റൂലെന്ന് തോന്നി. എൻ്റെ ഭാര്യയോട് ഒരു ദിവസം ഞാൻ പറഞ്ഞു, അവൾ ജീവന തുല്യം സ്നേഹിക്കുന്ന മോളാണ്, അവളെ ബലമായി പിടിച്ചു കൊണ്ടുപോയാൽ അവൾ തെറ്റിദ്ധരിക്കുമെന്ന് തോന്നി. ഞാൻ എൻ്റെ ഭാര്യയോട് കൽപ്പിച്ചു, എൻ്റെ പൊന്നുമോളെ ഒന്ന് അലങ്കരിച്ചു തരാൻ പറഞ്ഞു. ഒന്ന് കുളിപ്പിച്ച് പൗഡറിട്ട് മുടിയൊക്കെ ചീകി മിനുക്കി ഒരു സുന്ദരി കുട്ടിയാക്കിയിട്ട് തരാൻ പറഞ്ഞു. എന്റെ ഭാര്യ തെറ്റിദ്ധരിച്ചില്ല. 3-4 കൊല്ലം പോറ്റി വളർത്തിയ ഈ ബാപ്പ അവളുടെ പൊന്നുമോളെ ഒരിക്കലും കൊല്ലുമെന്ന് എന്റെ ഭാര്യ ചിന്തിച്ചില്ല. അവൾ എന്റെ കുഞ്ഞുമോളെ അലങ്കരിച്ച് തന്നു നബിയേ. ഫന്തഹൈതു ബിഹാ ഇലാ വാദിൻ ബഈദിൽ ഖഅരി. വളരെ ആഴമേറിയ ഒരു കൊക്കയുടെ അടുത്തേക്ക് ഞാൻ ചെന്നു. എന്നിട്ട് ആ കുഴിയിലേക്ക് ഞാൻ എൻ്റെ മോളെ അങ്ങ് തള്ളിയിടുമ്പോ ആ കുഞ്ഞി കൈ കൊണ്ട് എൻ്റെ 2 കൈയിലും അള്ളിപ്പിടിച്ചിട്ട് ഫഖാലത്ത് അവൾ ഉറക്കെ വിളിച്ചു, യാ അബതി യാ അബതി യാ അബതി അഖതൽതനി. നബിയേ, എടാ ക്രൂരാന്ന് എൻ്റെ മോൾ എന്നെ വിളിച്ചില്ല, എടാ ദുഷ്ടാന്ന് എൻ്റെ മോൾ എന്നെ വിളിച്ചില്ല. ആ കുഴിയിലേക്ക് വീഴുമ്പോഴും എൻ്റെ മോള് വിളിച്ചു, യാ അബത്തി, എൻ്റെ ഉപ്പ, ഉപ്പച്ചി, അഖതൽതനി, നിങ്ങൾ എന്നെ കൊല്ലുകയാണോ? ഇത്ര നാളും എന്നെ കൊല്ലാതെ ഇന്നെന്നെ കൊല്ലുകയാണോ എന്ന് എൻ്റെ മോൾ എന്നോട് ചോദിച്ചു. ഇന്ന് ഞാൻ മുസ്ലിമാണ്. ഇന്ന് അങ്ങ് പെൺകുട്ടികളുടെ മഹത്വത്തെ കുറിച്ച് വഅദ് പറയുമ്പോ ഫലമ്മാ ദകർതു ഖൗലഹാ, എൻ്റെ മോള് ആ വാക്കെന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു നബിയേ. ഓരോരിക്കലും എൻ്റെ ഉള്ളിൽ വന്നിട്ട് മോള് വിളിക്കുകയാണ്, യാ അബത്തി, ഉപ്പ കൊല്ലുകയാണോ, എൻ്റെ ഉപ്പ കൊല്ലുകയാണോ എന്നെൻ്റെ മോൾ എൻ്റെ ഉള്ളിൽ വന്ന് ചോദിച്ചു കൊണ്ടിരിക്കുന്നു നബിയെ. ഞാൻ എന്ത് ചെയ്യണം? ആ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞു. അവിടുന്ന് ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, മാ കാന ഫിൽ ജാഹിലിയത്തി ഫഖദ് ഹദമഹുൽ ഇസ്ലാം. ആ ജാഹിലിയ കാലത്തുള്ള അനാവശ്യങ്ങളെ ഇസ്ലാം പൊളിച്ചടുക്കിയില്ലേ മോനെ, അതോർത്ത് വിഷമിക്കല്ലെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാ റഹ്മതൻ ബിമകാരിമിൻ മുതസയ്യിനാ മുതഅത്തിഫൻ ലിജമീ